കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ടു ലേൺവൈസ് ഇഗ്നോ ഫോക്കസ് 4.0. ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് BA ഹിസ്റ്ററിയുടെ പേപ്പർ ആയിട്ടുള്ള BHIC 106 ആണ്. സോ BHIC 106 എന്ന് പറയുന്ന പേപ്പർ ദ റൈസ് ഓഫ് മോഡേൺ വെസ്റ്റ് എന്ന് പറയുന്ന പേപ്പറാണ്. സോ ഈ ഒരു പേപ്പർ നമ്മുടെ ടേമിന്റെ എക്സാമിനേഷൻസ് അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആൻഡ് പ്രൊഡക്റ്റീവ് ഗൈഡ് ആണ് ഇഗ്നോ ഫോക്കസ് 4.0യിലൂടെ ലേൺവൈസ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇഗ്നോയുടെ സിലബസ്, റെക്കറിംഗ് ആയിട്ട് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്, അതിന്റെ ഫോർമാറ്റ്സുകൾ, ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ട പാറ്റേൺസ്, ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ടോപ്പിക്സുകൾ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിലൂടെ അറിയുന്ന സ്ഥിതിക്ക് ലേണേഴ്സിന് വളരെ എഫക്റ്റീവ് ആയിട്ട് എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ഫോക്കസ് ചെയ്ത് എക്സാം എഴുതാനായിട്ട് സാധിക്കും. സോ ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡോക്യുമെന്റ് റോഡ് മാപ്പിലൂടെ സിലബസ് മാപ്പിംഗ്. സിലബസ് നമ്മൾ നോക്കും, ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ആയിട്ടുള്ള സിലബസ്, അതിന്റെ ഹിസ്റ്റോറിക്കൽ റെലവൻസ് ആൻഡ് ലിങ്കേജസ് എന്താണെന്നുള്ളത് നോക്കും. എക്സാം പാറ്റേൺ അനാലിസിസിലൂടെ നമ്മൾ ക്വസ്റ്റ്യൻ ഫോമാറ്റും സെക്ഷൻ വൈസ് ആയിട്ടുള്ള മാർക്ക് അലോക്കേഷനും അതിന്റെ ട്രെൻഡ്സും വെയിറ്റേജും ആണ് നമ്മൾ നോക്കുന്നത്. ഇനി റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂയിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ അതിന്റെ തീംസ്, ഷോർട്ട് ആൻസേഴ്സ്, എസ്സേ പ്രോംപ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂയിലൂടെ നോക്കുന്നത്. ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ ഫ്രീക്വൻസി അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇനി മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പറിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ, അതിന്റെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ സ്ട്രെങ്ത്സ് ആണ് മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പറിലൂടെ നമ്മൾ നോക്കുന്നത്. മോഡൽ ആൻസറിംഗ് ആൻഡ് സ്കീമിലൂടെ നിങ്ങൾക്ക് സാമ്പിൾ പേപ്പേഴ്സിനെ മനസ്സിലാക്കാനും അതിന്റെ സ്ട്രക്ചറിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എക്സാമിനറിന്റെ വ്യൂവിൽ നിന്ന് അത് എങ്ങനെ മാർക്ക് ചെയ്യും എന്നുള്ളതും അത് മനസ്സിലാക്കി നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാനും അതിന് ആൻസർ പ്രസന്റ് ചെയ്യാനും നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ മാർക്കിംഗ് സ്കീമിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. മെത്തഡോളജി കോൾ ഔട്ടിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഇയർ ആയിട്ടുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ ടോപ്പിക് ഫ്രീക്വൻസീസ് നമ്മളത് മാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇത് വഴിയിട്ട് ലേണർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടും. നിങ്ങൾക്ക് ഓരോ സ്റ്റുഡൻസിനും അതിനൊരു മോട്ടിവേഷൻ കിട്ടും. അത് എങ്ങനെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളതും അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിനെ എങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളതും അത് നിങ്ങളുടെ പെർസെൻറ്റേജ് സ്കെയിൽ, മാർക്കിംഗ് പെർസെൻറ്റേജ് സ്കെയിൽ കൂട്ടത്തേ ഉള്ളൂ. സോ ആ ഒരു സെക്ഷനിലോട്ട് നമുക്ക് പോവാം. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റെലവൻസ് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇവിടെ മൊത്തം 11 ബ്ലോക്കുകളുണ്ട്. ആ 11 ബ്ലോക്കുകളിലും എത്ര പെർസെൻറ്റേജോളം ക്വസ്റ്റ്യൻസ് 2022 ടേമിന്റെ എക്സാമിനേഷൻ മുതൽ 2024 വരെ ചോദിച്ചിട്ടുള്ള സ്കെയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ മനസ്സിലാവും എത്ര ബ്ലോക്കുകളാണ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ളത്. Y ആക്സിസിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണ് വന്നിട്ടുള്ളതെന്നാണ് കൊടുത്തിട്ടുള്ളത്. X ആക്സിസിൽ ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 1 മുതൽ 11 വരെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിന്റെ എക്സ്പ്ലനേഷനിൽ പോകുമ്പോൾ ബാർ ചാർട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. ബ്ലോക്ക് 1 അതായത് ഇൻട്രൊഡ്യൂസിംഗ് ദ ഏർലി മോഡേൺ വെസ്റ്റ്, ബ്ലോക്ക് 8 റെനൈസൻസ്, ബ്ലോക്ക് 2 ട്രാൻസിഷൻ ഫ്രം ഫ്യൂഡലിസം ടു ക്യാപിറ്റലിസം. കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഓരോ സെക്ഷൻസ് വഴിയിട്ടും ഇൻക്രീസ് ആയിട്ടാണ് വരുന്നത്. ഇനി കോംപ്രിഹെൻസീവ് സിലബസ് മാപ്പിംഗ് ടേബിളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക് അതിന്റെ എക്സാം റെലവൻസ് ആണ് വരുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1.1 ടു 1.10 ഈ പറയുന്ന ബ്ലോക്കുകളിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഡിഫൈനിങ് ഫീച്ചേഴ്സ്, സെൻട്രൽ പവേഴ്സ്, സിവിൽ സൊസൈറ്റി, ട്രേഡ്, മെർക്കന്റൈലിസം, പ്രിന്റിംഗ്, സോഷ്യൽ സ്ട്രക്ചർ 17 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹൈ റെലവൻറ്റ് ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 2.2 ടു 2.6 വരെ അതിനകത്ത് ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, CC, ഹെൽട്ടൺ, ഹോബിസ്ബാൻ ഈ പറയുന്നിട്ടുള്ളതിന്റെ 11 അപ്പിയറൻസ് ആണ് വന്നിട്ടുള്ളത്. ഹൈ റെലവൻറ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 3.2 ടു 3.6 ജാപ്പനീസ് ഫ്യൂഡലിസം, പെരറി ആൻഡർസൺ, ബെർണർ ഡിബേറ്റ് ഇത് 7 തവണ വന്നിട്ടുള്ള മീഡിയം ലെവൽ ടോപ്പിക് ആണ്. നാലാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് യൂണിറ്റ് 4.2 ടു 4.9 വരെയാണ്. അതിനകത്ത് വോയേജസ്, കോളനി, നാവിഗേഷൻ, സ്ലേവറി, കോളനൈസേഷൻ, ഇമ്പാക്ട് 8 തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. അതേപോലെ തന്നെ അഞ്ചാമത്തെ ബ്ലോക്ക് 5.2 ടു 5.8 വരെ വരുമ്പോൾ 15th to 16th സെഞ്ചുറിയുടെ
സെഞ്ചുറി എക്കണോമിക് എന്താണെന്നുള്ളതും അതേപോലെ തന്നെ ട്രേഡ് ആൻഡ് ഡെമോഗ്രഫി 10 തവണ വന്നിട്ടുള്ള ഹൈ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. 6ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് 6.2 to 6.16 വരെയാണ് പ്ലാന്റേഷൻ എക്കോണമി, സ്ലേവ് ട്രേഡ്, സുഗർ റവല്യൂഷൻ 4 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ഇനി 7ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് 7.2 to 7.16 വരെ കൊമേഴ്ഷ്യൽ റവല്യൂഷൻ, ബാങ്കിങ്, കറൻസി, കമ്പനീസ് 9 തവണ വന്നിട്ടുണ്ട് മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. 8ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് 8.2 to 8.8 വരെ റെനൈസൻസ്, ഹ്യൂമാനിസം, ആർട്ട്, സയൻസ് ആൻഡ് ലിറ്ററേച്ചർ 12 തവണ വന്നിട്ടുള്ള ഹൈ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. 9ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് 9.2 to 9.912 വരെയുള്ള യൂണിറ്റ് ആണ്. അതെന്ന് പറയുന്നത് റിഫോർമേഷൻ, ലൂതർ, കാൽവനിസം, ഇമ്പാക്ട് 9 തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. 10ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് 10.2 to 10.3 വരെ യൂണിറ്റിൽ വരുന്ന പ്രിന്റ് കൾച്ചർ, റെനൈസൻസ്, റിഫോർമേഷൻ 7 തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. 11ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് 1.2 to 1.5 വരെയുള്ള യൂണിറ്റുകളുടെ കവറേജ് ആണ് വരുന്നത്. അത് അബ്സല്യൂട്ടിസം, വെസ്റ്റേൺ, ഈസ്റ്റ്, മൊണാർക്കീസ് ആൻഡ് ബ്യൂറോക്രസീസ് 7 തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. സോ നമ്മൾ ഡിസംബർ 2004 വരെ അതേപോലെ തന്നെ ജൂൺ 2022 മുതൽ ഡിസംബർ 2004 വരെയുള്ള അപ്പിയറൻസ് ആണ് നോക്കിയിട്ടുള്ളത്. ആ അപ്പിയറൻസ് ബേസ് ചെയ്തിട്ടുള്ള യൂണിറ്റ് ആൻഡ് ടോപ്പിക് കവറേജ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ ഹീറ്റ് മാപ്പ് നോക്കുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി, ഓരോ ബ്ലോക്കുകളും യൂണിറ്റുകളും എത്ര ഫ്രീക്വൻസിയിൽ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ അതിന്റെ ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണെങ്കിൽ 10 കൂടുതൽ തവണ വരുന്നുണ്ടാവും. മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണെങ്കിൽ 5 മുതൽ 9 തവണ വരെ ആയിരിക്കും വരുന്നുണ്ടാവുക. ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണെങ്കിൽ 10 താഴെ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഇത് ബേസ് ചെയ്തിട്ടാണ് ആ ബ്ലോക്കുകളുടെ റെലവൻസ് വരുന്നത്. അപ്പൊ യൂണിറ്റ് ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 8 എന്ന് പറയുന്നത് ഹൈലി ഫ്രീക്വന്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 6 പ്ലാന്റേഷൻ എക്കോണമി എന്ന് പറയുന്നത് വളരെ ലോ ഫ്രീക്വൻസിയിൽ വരികയാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഹൈ ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കീ ഇൻസൈറ്റ് ബോക്സ് നോക്കുന്ന സമയത്ത് ടോപ്പ് എൽഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുകളുടെ ഡിസ്കഷൻ ആണ് വരുന്നത്. ഇതിനകത്ത് കീ ഡിഫൈനിങ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഏർലി മോഡേൺ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് വരുന്നുണ്ട്. ആ ടോപ്പിക്കിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ എസ്എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്, ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അതിനകത്ത് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റനിങ് ആണ് വരുന്നത്. അടുത്തെന്ന് പറയുന്ന റെനൈസൻസ്, ഹ്യൂമാനിസം, ആർട്ട് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷൻസ് ആണ് വരുന്നത്. അതിനകത്ത് 200 വേർഡ്സിനുള്ളതാണ് അതിന്റെ നോട്ട് എഴുതാനായിട്ടുള്ളത്. ഒരു മൾട്ടി ഡിസിപ്ലിനറി ഇമ്പോർട്ടൻസ് ആണ് ഇത് കൊടുക്കേണ്ടത് ആർട്ട്, ഹ്യൂമാനിസം, സയൻസ് എന്നുള്ള ടോപ്പിക്കിന് ബേസ് ചെയ്തിട്ട്. അതേപോലെ തന്നെ ട്രാൻസിഷൻ ഫ്രം ഫ്യൂഡലിസം ടു ക്യാപിറ്റലിസം വരുമ്പോൾ ഡിബേറ്റ് ആൻഡ് മോഡൽസ് ആണ് വരുന്നത്. ആ ടോപ്പിക്കിനകത്തുനിന്ന് എസ്എ ക്വസ്റ്റ്യൻസ്, അതിന്റെ റെഫറിംഗ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസ്, തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ആണ് അതിനകത്തുനിന്ന് ചോദിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അടുത്തെന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അതിനകത്ത് ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി വരുന്നുണ്ട്. ഫോർമാറ്റ്സുകളാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ലോങ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, 2 ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതിനകത്ത് മിനി എസ്സേസ് ആണ് വരുന്നത്. 3 എന്ന് പറയുന്ന സെക്ഷണൽ എക്സസൈസ്, 4 എന്ന് പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ്, 5 എന്ന് പറയുന്ന നോ എവിഡൻസ്, MCQs വരുന്നില്ല, ഫിലപ്സ് വരുന്നില്ല, ന്യൂമറിക്കൽസ് വരുന്നില്ല, കേസ് സ്റ്റഡീസ് ഒന്നും ഇതുവരെയുള്ള സെക്ഷൻസിനകത്തുനിന്ന് ഇതുവരെ അതിന്റെ എവിഡൻസ് ഒന്നും വന്നില്ല. കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. അപ്പൊ നമുക്ക് ഈ പറയുന്ന എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും സെക്ഷണൽ എസ്സേസും ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസും ആണ് ഇതുവരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എക്സാം പേപ്പേഴ്സിൽ.
സോ ആ ഒരു മാർക്ക് റേഞ്ച് നമ്മൾ നോക്കുമ്പോൾ ലോങ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 20 മാർക്സിനാണ്. അതായത് ഒരു 350 മുതൽ 400 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 10 മാർക്കാണ് ഈച്ച് വരുന്നത്. അതായത് 175 മുതൽ 200 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. ഇനി സെക്ഷണൽ എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 20 മാർക്കിനായിരിക്കും വരുന്നത്. അത് ലോങ് ആൻസേഴ്സ് ആണ് നമ്മൾ എഴുതാൻ, ലോങ് എസ്സേ ടൈപ്പ് ആണ് നമ്മൾ അവിടെ വരുന്നത്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 20 മാർക്സിനാണ്. അതിനകത്ത് ആ തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡൽസ് ഉണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും ഈ ഡിസ്ക്രിപ്റ്റീവ് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യനകത്ത് ചോദിക്കുന്നത്. അതൊരു 350 to 400 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ട് ശ്രമിക്കാനുള്ളത്. ഇനി ലോങ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ഫോമാറ്റ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് ക്വസ്റ്റ്യൻ ഫോമാറ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് വരുന്നത്, എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ലോങ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഇൻഡെപ്ത് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം, ക്രിട്ടിക്കലായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റണം. അതേപോലെ തന്നെ സിന്തസൈസ് ചെയ്യുക മേജർ ആയിട്ടുള്ള തീംസും, അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഡിബേറ്റ്സ്. മാർക്സ് എന്ന് പറയുന്നത് 20 മാർക്സിനാണ് ചോദിക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് 350 to 400 വേർഡ്സിനുള്ളിലാണ് അത് എഴുതേണ്ടത്. വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് അതിന്റെ ഇൻട്രൊഡക്ഷൻ, ആർഗ്യുമെന്റ്, കൺക്ലൂഷൻ കൊടുത്തിട്ട് വേണം എഴുതാനായിട്ടുള്ളത്. ഇനി 2 എന്ന് പറയുന്നത് ഷോർട്ട് എസ്സേസ് ആണ്. ഷോർട്ട് എസ്സേസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് കൺസൈസ് ആയിട്ട് എന്റെ ഈ പറയുന്ന എക്സ്പ്ലനേഷൻ കൊടുക്കുക, അതിന്റെ കീ ടേംസുകൾ കൊടുക്കുക, ഈവന്റ്സുകൾ, പേഴ്സണാലിറ്റീസ്, അതിന്റെ ക്ലാരിറ്റി, റെലവൻസ് ഒക്കെ കൊടുക്കുക. മാർക്സ് വരുന്നതെന്ന് പറഞ്ഞാൽ 10 മാർക്കാണ് ഓരോ ക്വസ്റ്റിനും വരുന്നത്. അതിനകത്ത് യൂഷ്വലി 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ലെങ്ത് വരുന്നതെന്ന് പറയുന്നത് 175 to 200 വേർഡ്സിനുള്ളിൽ വേണം നിങ്ങൾക്ക് എഴുതാനായിട്ട്. അപ്പൊ ഇതിനകത്ത് വാരി വലിച്ച് എഴുതേണ്ട കാര്യമില്ല. ഫോക്കസ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്താൽ മതി. ഇനി സെക്ഷണൽ എസ്സേസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് ബ്ലോക്കുകളും പീരീഡ്സുകളും അതിന്റെ സിന്തസൈസുകളും അല്ലെങ്കിൽ തീമാറ്റിക് ആയിട്ടുള്ള അനാലിസിസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ അതൊരു 20 മാർക്കിനായിരിക്കും വരുന്നുണ്ടാവുക. ഇതിപ്പോ നമ്മൾ എഴുതേണ്ടതെന്ന് പറയുന്നത് ഒരു 350 പോലെ 400 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് എന്ന് പറയുന്നത് ലോങ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. അതായത് സെക്ഷണൽ എസ്സേ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് അതിനെ എഴുതുക, അത് മോർ തീമാറ്റിക് വേയിൽ വേണം എഴുതാനായിട്ടുള്ളത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് കോർ കോൺസെപ്റ്റ്സുകൾ, മോഡൽസ്, ഹിസ്റ്റോഗ്രാഫിക്കൽ ആയിട്ടുള്ള സ്കൂൾസുകൾ ഉണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇതൊരു 20 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യന്റെ വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ 20 മാർക്കിനായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 350 to 400 വേർഡ്സിനുള്ളിൽ അതിന്റെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി മനസ്സിലാക്കിയിട്ട് വേണം എഴുതാനായിട്ടുള്ളത്. അടുത്തെന്ന് പറയുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് വരുമ്പോൾ ബ്ലോക്ക് വൈസ് ആവറേജ് മാർക്സ് എത്ര വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഈ ലാസ്റ്റ് 5 സെക്ഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട്. അതിനകത്ത് ബ്ലോക്ക് ആവറേജ് മാർക്കുകൾ അതിന്റെ ഷെയർ എത്ര വരുന്നുണ്ട് എന്നുള്ളത്. ഫസ്റ്റ് ബ്ലോക്ക് ഏർലി മോഡേൺ വെസ്റ്റിന് 18% മാർക്സിനുള്ളത് വരുന്നുണ്ട്. 2 എന്ന് പറയുന്നത് ഫ്യൂഡലിസം ടു ക്യാപിറ്റലിസം 14% വരുന്നുണ്ട്. 3 എന്ന് പറയുന്നത് ഡിബേറ്റ് ഓൺ ട്രാൻസിഷൻ 7% വരുന്നുണ്ട്. 4 എന്ന് പറയുന്നത് വോയേജസ് ആൻഡ് കോളനീസ് ആണ് 8% വരുന്നുണ്ട്. 5 എന്ന് പറയുന്നത് എക്കണോമിക് ട്രെൻഡ്സ് 11% വരുന്നുണ്ട്. 6 എന്ന് പറയുന്നത് പ്ലാന്റേഷൻ എക്കോണമീസ് 5% അതിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ 7 എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ റവല്യൂഷൻ 10% അത് വരുന്നുണ്ട്. 8 എന്ന് പറയുന്നത് റെനൈസൻസ് 13% അതും വരുന്നുണ്ട്. ഇനി 9 എന്ന് പറഞ്ഞാൽ റിഫോർമേഷൻ ആണ് 7% അത് വരുന്നുണ്ട്. പിന്നെ 10 എന്ന് പറയുന്ന പ്രിന്റ് കൾച്ചർ ആണ് 4% അത് വരുന്നുണ്ട്. 11 എന്ന് പറയുന്ന അബ്സല്യൂട്ടിസം ആണ്, അത് 8% അത് വരുന്നുണ്ട്. മൊത്തം ടോട്ടൽ 100%-നാണ് അത് ചോദിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ആവറേജ് മാർക്കുകൾ സിലബസ് വൈസ്, ബ്ലോക്ക് വൈസ്, പേപ്പർ വൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 1, ബ്ലോക്ക് 2 അതിന്റെ ഡോമിനേറ്റ് ആയിട്ട് വെയിറ്റേജ് അതിനകത്ത് വരുന്നുണ്ട്. അതിന്റെ ആ ഒരു ഷെയർ പെർസെന്റേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അതിന്റെ വെയിറ്റേജ് ഡിസ്ട്രിബ്യൂഷൻസ് എത്രയാണ് വരുന്നത് എന്നുള്ളത് നോക്കുന്നുണ്ട്. ടേമിന്റെ എക്സാമിനേഷൻ ജൂൺ 2022 മുതൽ ഡിസംബർ 2024 വരെയുള്ള ആ ഒരു ടേമിന്റെ എക്സാമിനേഷന് വരുന്നുള്ള ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. എസ്സേസ്, ഷോർട്ട് ആൻസേഴ്സ്, സെക്ഷണൽ എസ്സേസ്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് കോൺസെപ്ച്വൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷനിലോട്ടാണ് പോകുന്നത്. ലോങ് എസ്സേ ടൈപ്പ് ആണ് കൂടുതലും പ്രോമിനന്റ് ആയിട്ട് വരുന്നത്. ഷോർട്ട് ആൻസർ ടൈപ്പ് ഒരു ചെറിയൊരു ഡിക്രീസ് വന്നിട്ടുണ്ട്. സെക്ഷണൽ എസ്സേസും ഡിസ്ക്രിപ്റ്റീവ് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് സ്റ്റേബിൾ ആയിട്ട് തന്നെ ഈ വർഷങ്ങൾ ഇത്രയും വരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അതിന്റെ പാറ്റേൺ ഹൈലൈറ്റ്സ് എടുക്കുമ്പോൾ ലോങ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിന്റെ പ്രോമിനൻസ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നുണ്ട്. അതായത് 35% to 40% ടോട്ടൽ മാർക്സിന് അത് വരുന്നുണ്ട്. ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. 30%-ൽ നിന്ന് 25% താഴ്ന്നിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു മെയിൻ്റെനൻസ് ഈ പറയുന്ന പോലെ ലോങ് എസ്സേസ്, കാരണം നമുക്ക് ഇപ്പോഴൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ലോങ് എസ്സേസ് 35% ആയിരുന്നത് 40% വന്നപ്പോൾ ഇവിടെ ഷോർട്ട് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറഞ്ഞിട്ടുണ്ട്. 30% നിന്ന് ഉണ്ടായിരുന്നത് 25% വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളത് വേണം അതിനകത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. അതേപോലെ തന്നെ സെക്ഷണൽ എസ്സേസ് 24 നിന്ന് 25% വന്നിട്ടുണ്ട്. കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻസ് സ്റ്റഡി ആയിട്ട് ആ ഒരു 10% തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സോ ഇതിന്റെ പ്രിപ്പറേഷൻ ടിപ്പ് നോക്കുന്ന സമയത്ത് 3 അവറുള്ള എക്സാം ആണ്, 100 മാർക്സിനാണ് അത് വരുന്നത്. ഇപ്പൊ ലോങ് എസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 40% ആണ് വരുന്നത്. അപ്പൊ അതിനകത്ത് നിന്ന് 72 മിനിറ്റ്സോളം അതിനകത്ത് അലോക്കേറ്റ് ചെയ്യുക. അതായത് ഓരോ ക്വസ്റ്റിനും 18 മിനിറ്റ്സ് പെർ കൊടുക്കുക. 4 ക്വസ്റ്റൻസ് ആയിരിക്കും വരണ്ടാവുക. ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണെങ്കിൽ 25% ആയിരിക്കും വരുന്നത്. ഞാൻ 45 മിനിറ്റ് അലോക്കേറ്റ് ചെയ്യുക. 11 മിനിറ്റ് അതിനകത്ത് കൊടുക്കുക. 4 നോട്ട്സ് ആണ് ടോട്ടൽ ആയിട്ട് വരുന്നത്. ഇനി സെക്ഷണൽ എസ്സേസ് വരുമ്പോൾ 25% ആണ് വരുന്നത്. അതിനകത്ത് ഒരു 45 മിനിറ്റ്സ് നിങ്ങളുടെ ആ ഒരു ടൈമിൽ നിന്ന് അലോക്കേറ്റ് ചെയ്യുക. 18 മിനിറ്റ്സ് ഓരോ ക്വസ്റ്റിനും കൊടുക്കുക. ഒരു 2 to 3 ക്വസ്റ്റൻസ് വരെ സെക്ഷണൽ എസ്സേസ് ചോദിക്കുന്നുണ്ട്. ഇനി ഡിസ്ക്രിപ്റ്റീവ് കോൺസെപ്റ്റുവൽ ക്വസ്റ്റൻസ് ആണെങ്കിൽ 10% ആണ് വരുന്നത്. അതിന് 18 മിനിറ്റോളം അതിനകത്ത് അലോക്കേറ്റ് ചെയ്യുക. കാരണം ഒരു ക്വസ്റ്റിന് ഡിസ്ക്രിപ്റ്റീവ് കോൺസെപ്റ്റുവൽ ക്വസ്റ്റൻ വരാൻ സാധ്യതയുള്ളൂ. ഇനി അതിന്റെ റെക്കമെൻഡേഷൻ നോക്കുമ്പോൾ കോൺസെപ്റ്റുവൽ എസ്സേ ക്വസ്റ്റൻസും അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻസ്, ലോങ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിനകത്ത് മൈൻഡ് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് എഴുതാനായിട്ടുള്ള, കാരണം ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഈ പറയുന്ന പോലെ കൺസൈസ് ആയിട്ട് അതിന്റെ കോൺസെപ്റ്റ് മാത്രം കൊടുത്താൽ മതി. പക്ഷേ ഈ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻസ്, സെക്ഷണൽ ക്വസ്റ്റൻസ്, ഈ പറയുന്ന പോലെ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 20 മാർക്കിനാണ് അത് ചോദിക്കുന്നത്. ഇത്തരത്തിൽ 20 മാർക്കിന് ചോദിക്കുമ്പോൾ നമുക്ക് അതിന്റെ കോൺസെപ്റ്റ് മാത്രം കൊടുത്താൽ പോരെ, വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ അതിനെ എഴുതണം. അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവണം, അതിനൊരു ബോഡി പാർട്ട് ഉണ്ടായിരിക്കണം. ഇത് ഇത്രയും അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻ പക്കയായിട്ട് നമുക്ക് അതിനെ പുട്ട് ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റോളം നിങ്ങൾക്ക് അതിനായിട്ട് റിവൈസ് ചെയ്യാം. അപ്പൊ ഈ പറയുന്ന സെക്ഷൻ ഇഗ്നോ ഫോക്കസ് 4.2 ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോകാനായിട്ടാണ് തരുന്നത്. ഓരോ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെ എടുത്തിട്ട് അതിന് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നിരുന്ന് ആലോചിച്ച് സമയം കളയേണ്ട കാര്യമില്ല. നമുക്ക് ക്വിക്കായിട്ട് ആൻസർ ചെയ്യാനായിട്ട് നമുക്കത് പറ്റുന്നതാണ്. സോ റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് ബൈ ബ്ലോക്ക് വൈസ്, ടോപ്പിക് വൈസ് ആൻഡ് യൂണിറ്റ് വൈസ് നോക്കുമ്പോൾ 10 റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡിസ്കസ് ദ മെയിൻ ആൻഡ് ഡിഫൈനിങ് ഫീച്ചേഴ്സ് ഓഫ് ദ ഏർലി മോഡേൺ ഫെസ്റ്റ്, 7 തവണയാണ് അതിന്റെ അപ്പിയറൻസ് കൗണ്ട് വരുന്നത്. 2 എന്ന് പറയുന്നത് അനലൈസ് ദ ഡിബേറ്റ് ഓൺ ദ ട്രാൻസിഷൻ ഫ്രം ഫ്യൂഡലിസം ടു ക്യാപിറ്റലിസം, 6 തവണ വരുന്നുണ്ട്. 3 എന്ന് പറയുന്നത് വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ റെനൈസൻസ്, ഡിസ്കസ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ആർട്ട് ആൻഡ് കൾച്ചർ, ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സയൻസ്, 6 തവണ അതിന്റെ കൗണ്ട് വരുന്നുണ്ട്. 4ാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് explain the rise of print culture in the early modern Europe during the Reformation, 5 തവണ അതിന്റെ അപ്പിയറൻസ് കൗണ്ട് വരുന്നുണ്ട്. 4 എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഏർലി മോഡേൺ വെസ്റ്റ്, 5 തവണ വരുന്നുണ്ട്. 6ാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ മോട്ടീവ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ യൂറോപ്യൻ വോയേജസ് ഓഫ് ഡിസ്കവറി ഇൻ ദ 15th and 16th century, 5 തവണ അത് വരുന്നുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ റിഫോർമേഷൻ ഓറിജിൻസ്, മെയിൻ ഡെവലപ്മെന്റ്സ് ആൻഡ് ഇമ്പാക്ട്സ്, 5 തവണ അത് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 8ാമത്തെ ക്വസ്റ്റൻ എക്സാമിന്റെ കൊമേഴ്ഷ്യൽ റവല്യൂഷൻ ഇൻ ദ ഏർലി മോഡേൺ യൂറോപ്പ്, അത് 4 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 9ാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് റൈറ്റ് ദ ഷോർട്ട് നോട്ട് ഓൺ ഹ്യൂമാനിസം, ഡെവലപ്മെന്റ് ഓഫ് റെനൈസൻസ് ഐഡിയാസ്, 7 ടൈംസ് വന്നിട്ടുണ്ട്. 10th ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ കമന്റ് ഓൺ ദ വെസ്റ്റേൺ അബ്സല്യൂട്ടിസം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കേസ് സ്റ്റഡീസ്, 5 തവണ ചോദിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ ആ ഒരു ഫ്രീക്വൻസി ടേബിൾ നോക്കുമ്പോൾ ഓരോ ടോപ്പിക്കുകൾ ബ്ലോക്ക് വൈസ്, അതായത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത 10 ക്വസ്റ്റ്യൻ ഏത് ബ്ലോക്കിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഡിഫൈനിങ് ദ ഫ്യൂച്ചേഴ്സ് ഓഫ് ഏർലി മോഡേൺ വെസ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ബ്ലോക്ക് 1 7 തവണ വന്നിട്ടുള്ള 20 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും 20 മാർക്കിനാണ് വന്നിട്ടുള്ളത്. നമുക്ക് അതിന്റെ ആ ഒരു ബ്ലോക്ക് വൈസ് അപ്പിയറൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഡിബേറ്റ് ആൻഡ് ഫ്യൂഡലിസം ബ്ലോക്ക് 2, ബ്ലോക്ക് 3, 6 തവണ വന്നിട്ടുള്ള 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. റെനൈസൻ ഇമ്പാക്ട് ഓൺ ആർട്ട്, കൾച്ചർ, സയൻസ്, 8 തവണ വന്നിട്ടുള്ള 8ാമത്തെ ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുള്ള 6 തവണ അപ്പിയർ ചെയ്തിട്ടുള്ള 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. റൈസ് ഓൺ പ്രിന്റ് കൾച്ചർ ബ്ലോക്ക് 10 നിന്ന് വന്നിട്ടുള്ളതാണ്, 5 തവണ വന്നിട്ടുള്ള 20 മാർക്കിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അതേപോലെ തന്നെ സോഷ്യൽ കൾച്ചർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഏർലി മോഡേൺ വെസ്റ്റ് ബ്ലോക്ക് 1 5 തവണ വന്നിട്ടുള്ള 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മോട്ടീവ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ യൂറോപ്യൻ വോയേജസ് 4ാമത്തെ ബ്ലോക്കിൽ നിന്ന് 5 തവണ വന്നിട്ടുള്ള 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. റിഫോർമേഷൻ, ഒറിജിൻ ആൻഡ് ഇമ്പാക്ട്സ് ബ്ലോക്ക് 9 നിന്ന് വന്നിട്ടുള്ള 5 തവണ വന്നിട്ടുള്ള 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കൊമേഴ്ഷ്യൽ റവല്യൂഷൻ ബ്ലോക്ക് 7 നിന്ന് വന്നിട്ടുള്ള 4 തവണ അപ്പിയർ ചെയ്തിട്ടുള്ള 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമാനിസം ആൻഡ് റൈസ് ഓഫ് റെനൈസൻസ് ഐഡിയാസ് എന്ന് പറയുന്നത് ബ്ലോക്ക് 8 നിന്ന് വന്നിട്ടുള്ള 7 തവണ അപ്പിയർ ചെയ്തിട്ടുള്ള 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് അതൊന്ന് മനസ്സിലാക്കുക, അത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത്. വെസ്റ്റേൺ അബ്സല്യൂട്ടിസം ബ്ലോക്ക് 11 നിന്ന് വന്നിട്ടുള്ള 5 തവണ അപ്പിയർ ചെയ്തിട്ടുള്ള 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ അതിന്റെ ഒരു പൈ ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് 55% റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് നമ്മൾ 10 മാർക്കിന്റെ 10 റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന 55% വന്നിട്ടുള്ളത്. അതായത് പേപ്പറിന്റെ ഒരു ഹാഫ് അല്ലെങ്കിൽ മോർ ദാൻ ഹാഫ് എന്ന് പറയുന്നത് ഈ പറയുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് പക്കായിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 55% നമുക്ക് കവർ ചെയ്യാം. പിന്നെ ഈ 45% എന്ന് പറയുന്നത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ നല്ല മാർക്ക് ഇതിനകത്ത് സ്കോർ ചെയ്യാനായിട്ട് പറ്റും.
അപ്പൊ ഇതിന്റെ സ്ട്രാറ്റജിക് പാറ്റേൺ അൺവൈസ് നമ്മുടെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ഈ പറയുന്ന ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് ടൈം എടുത്ത് അതിനെ കംപ്ലീറ്റ് ടൈം അതിനകത്ത് സ്പെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ 15 to 18 മിനിറ്റ്സിൽ എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും 8 to 10 മിനിറ്റിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എഴുതുക. മോഡൽ വേണം, ബോഡി, ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, ഈ പറയുന്ന മോഡലുകൾ വേണം. പ്രിസൈസ് ആയിട്ട് കൺസൈസ് ആയിട്ട് സൈഡ് ഹെഡിങ്സ് കൊടുത്ത് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് പക്കയായിട്ട് അതിനെ പഠിച്ചിട്ട് പോവുകയാണ് വേണ്ടത്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസിലോട്ട് നമ്മൾ നോക്കുമ്പോൾ പ്രോബിലിറ്റി മാട്രിക്സ് ടേബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക്, പ്രോബിലിറ്റി കൗണ്ട്, കാറ്റഗറി, ജസ്റ്റിഫിക്കേഷൻ നോട്ട്. ഇതിനകത്ത് ബ്ലോക്ക് 1 യൂണിറ്റ് 1.3 ഡിഫൈനിങ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഏർലി മോഡേൺ വെസ്റ്റ് 90% പ്രോബിലിറ്റി ഉള്ള ഹൈ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1.8 സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 60% പ്രോബിലിറ്റി ഉള്ള മീഡിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 1.2 to 2.5 ട്രാൻസിഷൻ ഫ്രം ഫ്യൂഡലിസം ടു ക്യാപിറ്റലിസം ഡിബേറ്റ് 80% റെലവെന്റ് ഉള്ള ഹൈ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 4.2 മോട്ടീവ്സ് ഓഫ് ദ യൂറോപ്യൻ വോയേജസ് 50% പ്രോബിലിറ്റി ഉള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 5 5.6 ട്രേഡ് ആൻഡ് എക്സ്ചേഞ്ച് ഇൻ ദ 16th century 40% പ്രോബിലിറ്റി ഉള്ള മീഡിയം ലെവലിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. 6ാമത്തെ ബ്ലോക്കിൽ നിന്ന് വരുന്നിട്ടുള്ള 6.8 എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിന്ന് വരുന്നിട്ടുള്ള സ്ലേവ് ട്രേഡ് ആൻഡ് സുഗർ റവല്യൂഷൻസ് 40% പ്രോബിലിറ്റി ഉള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 7ാമത്തെ ബ്ലോക്കിൽ നിന്ന് വരുന്ന യൂണിറ്റ് 7.2 കൊമേഴ്ഷ്യൽ റവല്യൂഷൻ 50% പ്രോബിലിറ്റി ഉള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 8ാമത്തെ ബ്ലോക്കിൽ നിന്ന് വരുന്ന 8.3 to 8.5 റെനൈസൻസ് മീനിങ്, ആർട്ട് ആൻഡ് ഹ്യൂമാനിസം 80% ചാൻസ് ഉള്ള ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ബ്ലോക്ക് 9 നിന്ന് വരുന്ന 9.2 റിഫോർമേഷൻ, കോസ്റ്റ് ആൻഡ് ഇമ്പാക്ട് 60% പ്രോബിലിറ്റി ഉള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 10ാമത്തെ ബ്ലോക്കിൽ നിന്ന് വരുന്ന 10.2 ദ റൈസ് ഓഫ് പ്രിന്റ് കൾച്ചർ 50% പ്രോബിലിറ്റി ഉള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 11 നിന്ന് വരുന്ന 11.3 എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിന്ന് വരുന്ന വെസ്റ്റേൺ അബ്സല്യൂട്ട് 50% ചാൻസ് ഉള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഹൈ ഫോക്കസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എസ് എ, ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. മീഡിയം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഷോർട്ട് ആൻസർ ആൻഡ് പ്ലസ് എസ് എ ടൈപ്പ് വരുന്നുണ്ട്. ലോ എന്ന് പറയുമ്പോൾ ഈ റിവിഷൻ ഒള്ളി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന ജസ്റ്റിഫിക്കേഷൻ ഫുഡ് നോട്ട്സ് എടുക്കുമ്പോൾ 10 പേപ്പറിൽ 9 തവണയെങ്കിലും ഈ പറയുന്ന മെയിൻ ആൻഡ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി സെക്ഷൻ 1 നിന്ന് തന്നെ 6 പേപ്പറിന് 6 ക്വസ്റ്റ്യൻസോളം ഇതിനകത്ത് ഫീച്ചർ ചെയ്യുന്നുണ്ട്. 10 പേപ്പർ എടുത്തു കഴിഞ്ഞാൽ 8 പേപ്പറിൽ തിയറിസ്റ്റുകളുടെ ഡിബേറ്റുകൾ വരുന്നുണ്ട്. അതായത് ഡോബ്, ബോയ്സ്, ബെർണറിന്റെ ഡിബേറ്റുകൾ വരുന്നുണ്ട്. വോയേജസിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് ഈ പറയുന്ന 5 പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് എസ് എ ആയിട്ടാണ് വോയേജസിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. എക്കണോമിക് ട്രെൻഡ്സ് ആൻഡ് ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ 4 പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തീംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സുഗർ പ്ലാന്റേഷൻ ആൻഡ് സ്ലേവ് ട്രേഡ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. അത് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒരു 4 to 5 പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻ അതിനകത്ത് വരുന്നുണ്ട്. കൊമേഴ്ഷ്യൽ റവല്യൂഷൻ, ബാങ്ക്സ് ആൻഡ് കറൻസി 5 തവണത്തോളം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. റെനൈസൻസ് എടുക്കുകയാണെങ്കിൽ ഹ്യൂമാനിസം, ആർട്ട് 10 ഒരു 8 തവണയെങ്കിലും അത് മൾട്ടിപ്പിൾ ആയിട്ട് സെക്ഷൻസിൽ ചോദിച്ചിട്ടുണ്ട്. റിഫോർമേഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ഒരു 6 പേപ്പറിലെങ്കിലും വന്നിട്ടുണ്ട്. അതിന്റെ സബ് ടോപ്പിക്സുകളും വരുന്നുണ്ട്. പ്രിന്റ് കൾച്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ റിഫോർമേഷൻ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒരു 5 പേപ്പറിലെങ്കിലും വന്നിട്ടുണ്ട്. അബ്സല്യൂട്ടിസം, വെസ്റ്റേൺ അബ്സല്യൂട്ടിസം മെയിൻലി ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ആൻഡ് ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ചോദിക്കുന്നത്. ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രയോറിറ്റി ലിസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഡിഫൈനിങ് ദ ഫീച്ചേഴ്സ് ഓഫ് ഏർലി മോഡേൺ വെസ്റ്റ് ഇതൊക്കെ ഹൈ പ്രയോറിറ്റി വരുന്നുണ്ട്. അത് 70% മുകളിൽ. ഡിഫൈനിങ് ദ ഫീച്ചേഴ്സ് ഓഫ് ഏർലി മോഡേൺ വെസ്റ്റ്, ട്രാൻസിഷൻ ഡിബേറ്റ്, ഫ്യൂഡലിസം ടു ക്യാപിറ്റലിസം, റെനൈസൻസിന്റെ മീനിങ്, ആർട്ട്, ഹ്യൂമാനിസം, ഈ ഇത്രയും ടോപ്പിക് അതിനകത്ത് കവർ ചെയ്യുക റെനൈസൻസിനകത്ത്. അപ്പൊ ഇതിന്റെ സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഫുൾ ആൻസർ ആയിട്ട് എഴുതുക. നിങ്ങൾ ഈ പറയുന്ന പോലെ ടോപ്പിക്കുകൾ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുക. എക്സാം മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നതെന്ന് പറയുന്നത് 40 to 69% ആണ്. അതിനകത്ത് ഒരുപാട് ടോപ്പിക്സുകൾ വരുന്നുണ്ട്. നമുക്ക് അതിലിപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏർലി മോഡേൺ വെസ്റ്റ്, മോട്ടീവ്സ് ഓഫ് യൂറോപ്യൻ വോയേജസ്, ട്രേഡ് ആൻഡ് എക്സ്ചേഞ്ച് 16th century, സ്ലേവ് ട്രേഡ്, സുഗർ റവല്യൂഷൻ, കൊമേഴ്ഷ്യൽ റവല്യൂഷൻ,
റിഫോർമേഷൻ, കോസസ് ആൻഡ് ഇമ്പാക്ട്സ്, പ്രിന്റ് കൾച്ചർ, വെസ്റ്റേൺ അബ്സല്യൂട്ടിസം. അതേപോലെ തന്നെ അതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു 5 മിനിറ്റ് നമുക്ക് ഇതിനായിട്ട് ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് കൊടുക്കുക. അതിന്റെ റിലേറ്റഡ് ടോപ്പിക്സുകൾ കൊടുക്കുക. ഒരു 150 വേർഡ്സിനുള്ളിൽ ഒരു മിനി ഫോട്ടോ നിങ്ങൾ തയ്യാറാക്കുക. നമ്മൾ ഷോർട്ട് ചെയ്ത് പോയിന്റുകൾ വെക്കില്ല, ലോങ് ആൻസർ എഴുതി വെക്കാന്നല്ല, നമ്മൾ ഈ പറയുന്ന മെമ്മറൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു നോട്ടുകൾ എഴുതി പഠിക്കില്ലേ, അതേപോലെ നിങ്ങൾക്ക് ഇപ്പൊ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ. നിങ്ങൾ ഓൾറെഡി നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് മെന്റർഷിപ്പ് പ്രോഗ്രാംസുകളൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ പറയുന്ന പോലെയുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പൊ ആ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ പെട്ടെന്ന് എടുത്ത് നമുക്കത് നോക്കി വായിച്ചിട്ട് പോകാനായിട്ട് പറ്റും. നമുക്ക് ഹോൾ ഇപ്പോൾ ഒരു 20 മാർക്കിന്റെ ഒരു എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അത് ആ ഒരു ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ചെറുതായിട്ട് അതിനകത്ത് വരുന്ന കീ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എക്സാമിനേഷൻ പോകുമ്പോൾ നമുക്ക് ആ പോയിന്റ്, നമ്മൾ ഒന്നാമത്തെ പോയിന്റ് എഴുതി കഴിഞ്ഞു, രണ്ടാമത്തെ പോയിന്റ് എലോബറേറ്റ് ചെയ്യുക, ആ രീതിക്ക് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അതാണ് ഈ പറയുന്ന മിനി നോട്ട്സ് ക്രിയേറ്റ് ആക്കുക എന്ന് പറയുന്നത്. ലോ പ്രയോറിറ്റി ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ 40% താഴെ വരുന്നതാണ്. അതിന്റെ ഡെമോഗ്രാഫിക് ട്രെൻഡ്സുകൾ, അർബൻ ഇൻഡസ്ട്രീസ്, ഈസ്റ്റേൺ അബ്സല്യൂട്ടിസം, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലോ പ്രയോറിറ്റി ടോപ്പിക്കുകളിൽ വരുന്നത്. ഇനി അതിന്റെ വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക് എത്ര പെർസെന്റേജിലാണ് വരുന്നത് എന്നുള്ളത്. സോ ഈ റെഡിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് 80 to 90% വരുന്ന ഡിഫൈനിങ് ഫീച്ചേഴ്സ്, ട്രാൻസിഷൻ ഡിബേറ്റ്സ്, റെനൈസൻസ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ വരുന്നത്. ഓറഞ്ച് കളറിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കുകളാണ്. ഈ പറയുന്ന പോലെ 40 to 69% വോയേജസ്, സോഷ്യൽ സ്ട്രക്ചർ, സ്ലേവ് ട്രേഡ്, അതേപോലെ തന്നെ ട്രേഡ്, കൊമേഴ്ഷ്യൽ റവല്യൂഷൻ, റിഫോർമേഷൻ, പ്രിന്റ് കൾച്ചർ, അബ്സല്യൂട്ടിസം. ഗ്രേ കളറിനകത്ത് ബാക്കിയുള്ള ടോപ്പിക്കുകളാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതായത് 40% താഴെ വരുന്ന ടോപ്പിക്കുകൾ. സോ നമ്മൾ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്, പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ടാണ് നമ്മൾ പോകുന്നത്. ലേൺ വൈസ് നിങ്ങൾക്ക് ഇഗ്നോ ഫോക്കസ് 4.0 നിങ്ങൾക്ക് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്തിട്ട് മസ്റ്റ് ആയിട്ട് ലേൺ വൈസിന്റെ എല്ലാ ലേണേഴ്സും, അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ ലേണേഴ്സും അത് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. BA ഹോണേഴ്സ് ഹിസ്റ്ററി, BAHIH അതാണ് നമ്മുടെ സബ്ജക്ട് കോഡ് വരുന്നത്. ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ 2025. BHIC 106, the rise of the modern West. Time allocated 3 hours, maximum mark 100. Instruction as per the official template. Note: attempt any 5 questions in about 400 words each. Attempt at least 2 questions from each section. All questions carry equal marks. Section 1 for question number 1 for 20 marks. Critically examine the defining features of the early modern West using the examples from the social, economic, and political spheres. Provide the table summarizing at least the 3 comparative features from the earlier periods. Block 1, Unit 1.3 and 1.8. Question number 2 for 20 marks. Analyze the major historiographical debates on the transition from feudalism to capitalism. Construct a matrix comparing at least 2 different schools of thought, the Dobbs versus CZ, and in this terms of causes, process, and outcomes. Block 2 and Block 3, Unit 1, 2.4 and 3.5. Question number 3 for 20 marks. Discuss the key factors behind the European voyages of discovery in the 15th and 16th century using the table provided below. Explain the technological advancement and economic motivation in the interacted in this process. Factor: Portugal, Spain, and England. Navigation tools: Portugal as, Spain as, England partial. Factor: state patronage: Portugal high, Spain high, England medium. Factor: the trade route objectives: Portugal India, Spain Americas, England Asia. Block 4, Unit 4.2, 4.3. Question number 4 for 20 marks. Elucidate the various dimensions of the Renaissance by outlining its impact on art, science, and humanism. Present a brief case study of an artist or scientist from the period and analyze their influence. Block 8, Unit 8.4, 8.7, 8.8. Section 2, question number 5 for 20 marks. Access the social, political, economic impacts of the Reformation in the early modern Europe. Use the table sample data below to illustrate the spread of Reformation ideas across the 3 regions. The regions given below: the region, dominant reform movement, political response, and economic impact. Region Germany and the dominant reform movement Lutheranism, political response mixed, economic impact destructive. Region France, dominant reform movement Calvinism, political response hostile, economic impact moderate. Region England, dominant reform movement Anglicanism, political response absorption, economic impact stimulative. Block 9, Unit 9.2 and 9.12. Question number 6 for 20 marks. Describe the causes, process, and major consequence of the commercial revolution in the early modern Europe using the supply statistics. Discuss the changes in the trade volume with the rising banking institutions from 1500 to 1650. So here it is given that year, major trade cities number, silver ports, tons, and notable bank founded.
1,500 major cities traded 4, silver imports 0.5, notable banks 1. Here 1,550. Here you can see that major traded cities 7, silver imports 2.0, notable banks 3. 1,600 major trade cities 12, silver imports 3.8, major notable banks founded 5. 1,650 notable traded cities 18, silver imports 6.0, notable banks founded 8. Block 7, units 7.2, 7.7. So question number 7 for 20 marks. Discuss the significance of the rise of the print culture of the Reformation and the broader transformation of the European society. Provide 2 considerate examples where the print technology changed in the political or the religious landscape. Block 10, 10.2, unit 10.3. Question number 8 for 20 marks. Write the short notes on any 2 of the following in about 200 words each, 10 plus 10. First question, A part, social structure and the institution in the early modern West. B, the economic and social significance of the sugar industry. C, the features of the Western absolutism with the reference to of the Spain or France. D, humanism as the foundation of the Renaissance. Block 1, unit 1.8. A question. B question, it is coming from the block 6, unit 6.1. C question, that is coming from the block 11, unit 11.3. D question, D part is coming from block 8, unit 8.4. സോ ഇത്രയാണ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. ലേൺ വൈസിന്റെ മെന്റർ ടീം നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് നിങ്ങൾക്ക് ആ മെന്റർ ടീമിന് അയച്ചു കൊടുത്താൽ അവർ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങളുടെ മിസ്റ്റേക്സ് എവിടെയാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ മാക്സിമം നമ്മുടെ ഈ പറയുന്ന പ്രോഗ്രാമുകൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ ഈ എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ വരും എന്നറിയാം. അതൊക്കെ ക്ലിയർ ചെയ്യുക. ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നും ലേൺ വൈസിന്റെ ടീമിന്റെ ഭാഗത്തു നിന്നും ഓൾ ദ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ അപ്കമിങ് എക്സാം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിനേഷന് പോവാം. നല്ല മാർക്ക് സ്കോർ ആവട്ടെ. താങ്ക് യു.